എന്നെ നീ കാണുന്നെങ്കിൽ നേരിട്ടുള്ള അനുഗ്രഹ സന്ദേശമായി കാണുക. ഇത് നിനക്കുള്ളിലെ വേദനയും ദുഃഖവും നിരാശയുമെല്ലാം മാറ്റും. നീ നല്ല ദുഃഖത്തിലാണല്ലേ? അത്രത്തോളം ആത്മബന്ധം പുലർത്തിയിരുന്നവരിൽ നിന്നുമാകുമ്പോൾ ദുഃഖമല്ലാതെ മറ്റെന്താണ് മഹാദേവ ഉണ്ടാകുന്നതെന്ന ചോദ്യവും നിന്റെ മനസ്സിലുണ്ടാകും. അവരിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നും നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ദുഃഖങ്ങൾ അനുഭവമായി വരില്ല. മറ്റുള്ളവർക്ക് നിന്റെ ശരീരത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. ആത്മബന്ധമുള്ളവർക്ക് മാത്രമേ നിന്റെ മനസ്സിനെ വേദനിപ്പിക്കാനുള്ള അവകാശമുള്ളൂ. ചില പ്രത്യേക കാരണങ്ങളുടെ ആകർഷണത്താൽ അവരെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ നിമിഷം മുതൽ നിന്നെ മാനസികമായി തളർത്താനുള്ള അവകാശം കൂടിയാണ് അവർക്ക് നൽകിയത്. ഒരാളുടെ സ്നേഹവും വിശ്വാസവും നേടിയെടുക്കാൻ എളുപ്പമാണ്. അത് നിലനിർത്താൻ കഷ്ടപ്പാടുകൾ ആവശ്യമാണ്. കഷ്ടപ്പെടാൻ കഴിയാത്തവരാണ് നിന്നെ നഷ്ടപ്പെടുത്തുന്നത്. ഇവിടെ നീ ദുഃഖിക്കുന്നതിന് പകരം സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും വഞ്ചനയുടെയും രൂപത്തിൽ അവർ വരുത്തിയത് അവരുടെ തന്നെ വലിയ നഷ്ടമാണ്.